പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. നമസ്കാരം. പാവം ശ്രീമതി ടീച്ചർ പൊട്ടിക്കരഞ്ഞേ. ഇപ്പോൾ ശ്രീമതി ടീച്ചർ കൃഷ്ണൻ എന്ന് പറയുന്ന MLA-യുടെ കുന്നംകുളം MLA-യുടെ പണ്ടത്തെ MLA-ആണ്, കോൺഗ്രസ് MLA-ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ശ്രീമതി ടീച്ചർ PK ശ്രീമതി പൈസ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം വരിക അല്ലേ. എന്നാൽ ഈ ശ്രീമതി ടീച്ചർ എന്ന് പറയുന്ന PK ശ്രീമതി കിളിരൂർ കേസിലെ ശാരി ICUവിൽ കിടക്കുമ്പം അവരന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു. കോട്ടയത്തെ കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി ICUവിൽ പോയി ആ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ശാരിയുടെ പിതാവ് എനിക്ക് തന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, അവരുടെ മദറും. കുട്ടി വളരെ ഒരു ഘട്ടം പിന്നിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് വരികയായിരുന്നു. അവരുടെ ഹെൽത്ത് നന്നായി വരികയായിരുന്നു. പുരോഗതി ഉണ്ടായ സമയത്താണ് ശ്രീമതി ടീച്ചർ അവിടെ വന്നത്. ശ്രീമതി ടീച്ചർ മാത്രമായിരുന്നു ആ റൂമിലേക്ക് കയറിപ്പോയത്. പിന്നീട് പെട്ടെന്ന് ശ്രീമതി ടീച്ചർ ഇറങ്ങിയ ഉടനെ അകത്തേക്ക് കയറി പിതാവ് കയറിയപ്പോൾ കണ്ടത് കുട്ടി പെടഞ്ഞ് കളിക്കുന്നതാണ്. അതായത് കുട്ടീൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നാണ് ശാരി അവരുടെ പിതാവിനോടും അമ്മയോടും പറഞ്ഞത് എന്നാണ് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ തന്നത്. അതൊന്ന്. പിന്നെ കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയും 5 അംഗ കുടുംബവും മരണപ്പെട്ട ശേഷം പിറ്റേ ദിവസം 2004 സെപ്റ്റംബർ 29 അവർ തിരുവല്ലയിൽ വന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടോ. അന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ്. ഒരു ഉഗ്രൻ വെടിപൊട്ടിക്കൽ അവർ നടത്തി. ഇവർ ആത്മഹത്യ ചെയ്തതാണ്. 2 ഈ കുട്ടി കന്യകയാണ്. ആലോചിച്ച് നോക്കണം, ആ സമയത്ത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. പ്ലസ് പോലീസ് ഇത് കൊലപാതകമാണോ അല്ല ആത്മഹത്യയാണോ എന്ന് വേർതിരിച്ചിട്ടില്ല. ആ സമയത്താണ് ശ്രീമതി ടീച്ചർ അവിടെ വന്നിട്ട് ഈ വെടി പൊട്ടിക്കുന്നത്. എൻ്റെ ശ്രീമതി ടീച്ചറെ, അന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് വെടി പൊട്ടിച്ചത്? ഈ കുട്ടി നിരന്തരമായി ബലാത്സംഗത്തിനിരയായെന്നും അവരുടെ കന്യാചർമ്മം വിച്ഛേദിക്കപ്പെട്ടെന്നും അത് ഒരാൾ മാത്രം ധാരാളം ആളുകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്ലസ് ആ കുട്ടിയുടെ ശരീരത്തിൽ രഹസ്യഭാഗത്ത് ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് ഈ ടീച്ചർ പോവുകയും അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തു വരികയുണ്ടായി. മയ്യിൽ, അതായത് കണ്ണൂരിൽ മയ്യിൽ, ഇവരുടെ വീടിൻ്റെ അടുത്താണ് ഈ നാരായണ നമ്പൂതിരിൻ്റെയും കുടുംബത്തിൻ്റെയും വീട്. ഈ ബോഡി എത്രയും വേഗം ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് അവർ ചെയ്തത്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തി ആ ശുക്ലവും ശുക്ലസ്രാവവും എടുത്ത ശുക്ലസ്രാവവും നേരെ DNA ടെസ്റ്റ് നടത്താനുള്ള ഏർപ്പാടൊന്നും ഇവർ ചെയ്തില്ല. ഇവർ കണ്ണൂരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ടോ അവർ പ്രഖ്യാപിച്ചു ഈ കുട്ടി കന്യകയാണ്, അതേപോലെ കുടുംബം ആത്മഹത്യ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ കൊന്നതാണ്. ഈ 5 അംഗ കുടുംബത്തെ കൊന്നാണ്. അന്ന് അവസാനം ഇവരെന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് അവിടെ ഒരു പത്രസമ്മേളനം നടത്തിയത്? എന്തുകൊണ്ടാണ് കന്യകയാണെന്ന് അവർ പറയാൻ കാരണം? 15 വയസ്സുള്ള സുന്ദരിയും നർത്തകിയുമായ അനഘ കന്യകയാണെന്ന് പറയാൻ കാരണം എന്താണ്? അത് സത്യമല്ലായിരുന്നല്ലോ. അപ്പോൾ ആരെ രക്ഷിക്കാനായിരുന്നു? CPM നേതാക്കന്മാരെയോ സ്വന്തം മകനെയോ? എനിക്ക് വന്ന കത്തിൽ പറയുന്നത്, ഒരു പോലീസുകാരൻ അയച്ച കത്തിൽ പറയുന്നത്, അദ്ദേഹം അടക്കം ഈ കൊലപാതകത്തിന് കോട്ടയം പോലീസ് സൂപ്രണ്ടായിരുന്ന ഗോപിനാഥിൻ്റെ നിർദ്ദേശപ്രകാരം തിരുവല്ലയിലെ കവിയൂരിലെ അവരെ നാരായണ നമ്പൂതിരി വീട്ടില അനഘാ ജ്യോതിശാലയത്തിൽ പോവുകയും 2 കുട്ടികളെ കഴുത്ത് ഞെരിച്ച്, ചെറിയ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് അനഘയെ കൊണ്ടും നാരായണ നമ്പൂതിരിയെ കൊണ്ടും ലതാ നായരാണ് ഇതിന് മരണത്തിന് ഉത്തരവാദി എന്ന് എഴുതി വെപ്പിച്ചു, ആത്മഹത്യക്കുറിപ്പ് എഴുതി വെപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ നാരായണ നമ്പൂതിരിക്ക് മദ്യം കൊടുത്ത്, കൂടാതെ പാൽക്കഞ്ഞിയിൽ വിഷവും കൊടുത്ത് ആയിട്ടാണ് കൊന്ന് കൊടുത്തിരുന്നു. എന്നിട്ട് കൊന്ന ശേഷം കെട്ടിത്തൂക്കി എന്നാണ്. ജീവൻ ഏകദേശം പോയി, കൈയും കാലൊന്നും അനങ്ങില്ല കണ്ടപ്പം കെട്ടിത്തൂക്കി എന്നാണ് പറഞ്ഞത്. അപ്പം നാരായണ നമ്പൂതിരി തന്നെ എല്ലാവർക്കും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കിയത്. അപ്പം ശ്രീമതി ടീച്ചർ പിറ്റേ ദിവസം തന്നെ ഇതിലൊരു അന്വേഷണം വേണമെന്ന് പറയുന്നതിന് പകരം ഇതൊരു ആത്മഹത്യ ആണെന്നും കുട്ടി കന്യകയാണെന്നും പറയാൻ, കുട്ടി പീഡിപ്പിക്കപ്പെട്ടില്ല എന്നും ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വന്ന് പറയണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ചേതോവികാരമില്ലേ? ഉണ്ട്, ചേതോവികാരമുണ്ട്. ആ വികാരം എന്താണ്? സ്വന്തം മകനെയും
സ്വന്തം നേതാക്കന്മാരെയും രക്ഷിക്കാൻ വേണ്ടി കോടിയേരി ബാലകൃഷ്ണൻ മകൻ, അതേപോലെ MA ബേബി മകൻ, ഇവരെ കുറിച്ചിട്ടാണ് അനഘയുടെ സുഹൃത്തായ ഒരു കുട്ടിക്ക് ജസ്റ്റിസ് ബസന്തിന് കത്തയച്ചത്. ഇവരൊക്കെ ബലാത്സംഗം ചെയ്തു എന്നാണ്. എന്നിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കളിച്ച നാടകമാണ്. അന്നൊന്നുമില്ലാത്ത വേദന ഇപ്പോൾ ഒരു PK ശ്രീമതി എന്ന് പറഞ്ഞ ഏതോ ഒരു PK ശ്രീമതിയുടെ പേര് തെറ്റിദ്ധരിച്ച് ഈ ശ്രീമതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നൊന്തു, വേദനിച്ചു. എന്നാൽ ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കിയ ആ കാപാലികർക്ക് വേണ്ടി ശ്രീമതി ടീച്ചർ എന്തിനാണ് ചെന്നത്? എന്തിനാണ് ശാരിയുടെ കഴുത്ത് ഞെരിച്ചത്? അപ്പോഴൊന്നും മറ്റുള്ളവർക്കൊന്നും വിഷമിക്കില്ല എന്ന് കരുതിയോ? അപ്പോൾ സ്വന്തം കാര്യത്തിന് മറ്റുള്ളവർ വിഷമിച്ചാലും പ്രശ്നമല്ല, എന്നാൽ തനിക്ക് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് വലിയ സങ്കടമാണ് എന്ന് പറയുന്ന ശ്രീമതി ടീച്ചറുടെ കാപട്യം ഇവിടെ വേണ്ട ടീച്ചറെ. ഈ കളികളൊക്കെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പിണറായി വിജയൻ്റെ ഭാഷയിൽ പറയുകയാണ്. ഇത്രയും നികൃഷ്ടയായ ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഏത് തട്ടിപ്പുകൾക്കും കൂട്ടുനിൽക്കുന്ന ഇവരെപ്പോലുള്ള ആളുകളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശാപം എന്ന് പറഞ്ഞാൽ അത് 100% സത്യമാണ്. നന്ദി, നമസ്കാരം.